വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബൂസ്റ്റ് ചോക്ലേറ്റ് മിൽക്ക് പുഡിംഗ്. പുറത്തുനിന്ന് സാധനങ്ങളൊന്നും മേടിക്കാതെ ഒരു ബൂസ്റ്റ് പൗഡർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുഡിംഗ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ബൂസ്റ്റ് ചോക്ലേറ്റ് മിൽക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് തണുത്ത പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 5 രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ സാഷേ മേടിക്കാൻ കിട്ടും, അതെടുത്താലും മതി. അതൊരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കട്ടല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്നുകൂടെ മാറ്റി വെക്കാം. വീണ്ടും നമ്മളെടുത്ത പാലിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര എടുത്തതിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. മധുരം നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മൾ പഞ്ചസാര നല്ലപോലെ അലിയുന്നത് വരെ നല്ലോണം പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലോർ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് തരിയില്ലാത്ത രീതിയിൽ ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ചേർക്കുന്ന സമയത്ത് തീ നല്ല കുറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ കട്ടല്ലാണ്ട് നല്ലപോലെ ഒന്ന് തിക്കാക്കി എടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ വിസ്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുവരെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ ഏതിലേക്കാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഒരല്പം ബൂസ്റ്റ് പൊടിയും കൂടെ ഞാനിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റവും ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കുഞ്ഞ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവും നല്ലത്. കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല, ഷേക്കി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് മോൾഡുകളിലാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്നിച്ചൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സ്കൂപ്പ് ചെയ്ത് കഴിക്കണ ഒരു ഡെസേർട്ടാണത്. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വേറെ ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. ഇനി മുകളൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വേണമെങ്കിൽ അതിന് മുകളിലേക്ക് ഒരല്പം കൂടെ ബൂസ്റ്റ് പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ക്രമീകരിച്ച് കൊടുക്കാം. ബൂസ്റ്റ് ചോക്ലേറ്റ് മിൽക്ക് പുഡിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.